ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ലോണ്ട്രി ബാഗാണ് തയ്ക്കുന്നത്. ഇത് പഴയ തുണിയിലാണ് തയ്ച്ചിട്ടുള്ളത്. നൈറ്റിയുടെയാണ്. ചെറുത് തയ്ച്ചിട്ട് ബാലൻസ് വരുന്ന സ്ട്രിപ്പ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അല്പം വലിപ്പമുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് ഒരു റൈസ് ബാഗ് എടുത്ത് രണ്ടായിട്ടൊന്ന് മടക്കി ഇട്ടതിന് ശേഷം നമുക്കൊരു റൗണ്ടിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ് ഞാൻ റൗണ്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ട് നമുക്ക് വരച്ചതിൽ നിന്നും അല്പം എക്സ്ട്രാ വിട്ടിട്ട് കട്ട് ചെയ്യണം. അപ്പം നമുക്ക് 2 പീസ് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ അളവിന് തന്നെ നമുക്ക് ഏത് തുണിയാണോ ഉപയോഗിക്കുന്നത് അതും നമുക്ക് ആ റൗണ്ടിന് 2 പീസ് വേണം. ഇനി നമ്മൾക്ക് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് മുകൾ വശത്ത് നമുക്ക് തുണിയുടെ നല്ല വശമാണ് വരേണ്ടുന്നത്. അപ്പം അടിയിൽ നമ്മൾക്ക് ചാക്കിൻ്റെ വെച്ച് കൊടുക്കുക. രണ്ടും കൂടി വെച്ചിട്ട് ഒന്ന് അങ്ങിങ്ങായിട്ട് പിൻ ചെയ്യണം. പിൻ ചെയ്തതിന് ശേഷം നമുക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ബേസിന് വേണ്ടിയാണ് നമുക്ക് 2 പീസ് ചേർത്ത് വെച്ചിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ കുറച്ച് കട്ടിക്കിരിക്കണം. നമുക്ക് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് ഒന്ന് തയ്ച്ചെടുക്കണം. രണ്ടും കൂടി അപ്പോൾ ഇതിൻ്റെ വീതി 10.5 ഇഞ്ചാണ് ഇതിൻ്റെ വീതി. ശേഷം രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ലൈനായിട്ട് ഒരു 1 ഇഞ്ച് വിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ടും കൂടി ചേർന്ന് നല്ല സ്റ്റിഫായിട്ടിരിക്കും. അപ്പോൾ ഞാൻ തയ്ച്ച് കഴിഞ്ഞു. കറക്റ്റിന് കട്ട് ചെയ്തു റൗണ്ട് കറക്റ്റായിട്ട്. ഇനി നമ്മൾക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾക്കിതിന് ബാലൻസ് തുണി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം തുണി വേണമെന്ന് നോക്കാൻ ഈ റൗണ്ട് ഒന്ന് ടേപ്പ് വെച്ച് അളന്നെടുക്കുക. അപ്പോൾ ഇത് 34 ഇഞ്ചാണ് റൗണ്ടിൻ്റെ അളവ്. അപ്പം നമുക്ക് എക്സ്ട്രാ 1 ഇഞ്ച് എടുക്കണം. അപ്പോൾ 35 ആണ് എടുക്കേണ്ടുന്നത്. വീതിയാണ് 35. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് 20 ആണ്. ഹൈറ്റ് നമുക്ക് എത്ര വേണോ അതനുസരിച്ച് നമുക്ക് വയ്ക്കാവുന്നതാണ്. ഇത് ഞാൻ 20 ആണ് ഇതിന് ഹൈറ്റിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയൊരു ബാഗ് തന്നെയാണ്. അപ്പോൾ റൈസ് ബാഗും അതും കൂടി ചേർത്ത് വയ്ക്കുക. വെച്ചിട്ട് നമ്മൾ 1 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ സ്പേസ് വിട്ട് ഒന്ന് ലൈനായിട്ടൊന്ന് അങ്ങിങ്ങായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിൻ ചെയ്ത് വെച്ചിട്ട് ലൈനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മുകൾ ഭാഗത്തിന് ബാഗിൻ്റെ മുകൾ ഭാഗമായിട്ട് വരും. അവിടെ ഞാനൊരു 1.5 ഇഞ്ച് എക്സ്ട്രാ തുണി കൊടുത്തിട്ടുണ്ട്. തുണി ഇട്ടിട്ടാണ് ഫസ്റ്റ് എടുത്തത്. അപ്പോൾ അത് 2 പ്രാവശ്യം ഒന്ന് ആ തുണി മാത്രം ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾക്ക് ആ ചാക്കിൻ്റെയും കൂടെ ചേർത്ത് വെച്ചിട്ട് ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടി മടക്കി തയ്ക്കണം. അപ്പോൾ നമുക്ക് കുറേ കട്ടിക്കിരിക്കും. അപ്പം അതും തയ്ച്ച് കഴിഞ്ഞു. ഇത് മടക്കി അടിച്ച് കഴിഞ്ഞു ഫോൾഡ് ചെയ്ത്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതൊന്ന് ചേർത്ത് വെച്ചിട്ടൊന്ന് തയ്ക്കണം. നമുക്ക് ആ സൈഡ് വശം മാത്രം ഒന്ന് തയ്ക്കുക. അപ്പം സൈഡ് വശം തയ്ച്ച് കഴിഞ്ഞു. നല്ല വശത്തേക്കാക്കി. ഇനി നമ്മൾക്ക് ഹാൻഡിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ആ 2 പീസും ഒരേപോലെ തന്നെ വെച്ചിട്ട് 2 വശവും ഒന്ന് മാർക്ക് ചെയ്തണം. അപ്പോൾ വള്ളി വയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങായി പോകത്തില്ല. കറക്റ്റിന് വരും 2 ഭാഗത്തെയും വള്ളി. അവിടെ നിന്ന് 2.5 ഇഞ്ചാണ് നമുക്ക് മാർക്ക് ചെയ്ത് ഹാൻഡിൽ വയ്ക്കേണ്ടുന്നത്. സെൻറ്ററിൽ നിന്ന് 2.5 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക.
അപ്പോൾ സ്ട്രാപ്പ് വയ്ക്കാൻ വേണ്ടി ഒരു 1 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കിയിട്ടാണ്. ഇതിൻ്റെ ലെങ്ത് ഞാൻ എടുത്തിട്ടുള്ളത് 15 ഇഞ്ചാണ്. 1 ഇഞ്ച് നമ്മൾ ഉള്ളിലോട്ടൊന്ന് മടക്കി വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം ഇതേപോലെ. അപ്പോൾ നമ്മൾ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ബാഗ് റെഡിയായി കഴിഞ്ഞു. ഇതിപ്പോൾ നല്ല ഹൈറ്റ് ഉള്ളതാണ്. 20 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ വീതി നമ്മൾ ഏത് റൗണ്ട് എടുക്കുന്നോ അതനുസരിച്ചിരിക്കും. ഇതിപ്പോൾ വലിപ്പമുള്ളൊരു ബാഗ് തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഒരു ഫാമിലിയിൽ 4 6 ഒക്കെ പേരുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് മുഷിഞ്ഞ ഡ്രസ്സ് ഇതിൽ ഇടാൻ പറ്റും. റൂമിൻ്റെ കോർണറിൽ നമുക്ക് വെച്ചിരുന്നാൽ മതി. പഴയ നൈറ്റിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ റൈസ് ബാഗിൻ്റെ ഒരു പീസും ചേർത്തിട്ടാണ്. നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാം. ഇതൊരു ചെറിയ അളവാണ്. ഇതിൻ്റെ ഹൈറ്റ് 16 ഇഞ്ചാണ് ഞാൻ എടുത്തത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 15 ഇഞ്ച് കിട്ടും. ഇതിന് ഇച്ചിരി വിസ്താരം കൂടുതലാണ്. ഇത് 11.5 ഇഞ്ചാണ് അടിയിലുള്ള വീതി എടുത്തിട്ടുള്ളത്. മറ്റേത് 10.5 ആയിരുന്നു. അപ്പോൾ ഇതുപോലുള്ള ചെറുത് ചെയ്ത് കൊടുത്താൽ കുട്ടികളുടെയൊക്കെ റൂമിൽ ഇതുപോലെ ഒരെണ്ണം ചെയ്ത് കൊടുത്താൽ അവർ രാവിലെ സ്കൂളിലൊക്കെ റെഡിയായി പോകുന്ന തിരക്കിൽ കട്ടിലിന്മേലെയും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ തറയിലൊക്കെ ഇട്ടിട്ട് പോകും. അപ്പോൾ അവർക്കൊരു ചിട്ടയാവും. ഇതിൽ തന്നെ ഇട്ടിട്ട് പോകും. നമുക്ക് സൗകര്യമുള്ളപ്പോൾ നമ്മളെടുത്ത് വാഷ് ചെയ്താൽ മതിയാകും. അപ്പോൾ അവർക്ക് അതൊരു ഉപയോഗമാവും. ഇത് തയ്ച്ചിട്ട് ബാലൻസ് വരുന്ന സ്ട്രിപ്പ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും നല്ല യൂസ്ഫുള്ളാണ്. വർഷങ്ങളോളം നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.